ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു പണ്ഡിതനുണ്ടായ വീഴ്ചയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ പണ്ഡിതൻ തൻ്റെ വീഴ്ചയിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നും അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലാ യഖ്ബലുല്ലാഹു ദാലിക മിൻഹു ഹത്താ യുദ്ഹിറ തൗബത വറുജൂഅ അൻ മഖാലതിഹി എന്നാണ്. അയാളിൽ നിന്ന് അള്ളാഹു അയാളുടെ തൗബ കബൂലാക്കുകയില്ല, അയാൾ ആ തൗബ പരസ്യമാക്കുന്നത് വരെ. താൻ പറഞ്ഞ തെറ്റായ വാക്കിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നതും അയാൾ പ്രഖ്യാപിക്കുന്നത് വരെ. മാത്രമല്ല ഇമാം അഹ്മദ് തുടർന്ന് പറഞ്ഞു, വല്യുലിൻ അന്നഹു ഖാല കൈത വകൈത് വഅന്നഹു താബ ഇലല്ലാഹി മിൻ മഖാലതിഹി വറജഅ അൻഹാ. അയാൾ പരസ്യപ്പെടുത്തട്ടെ, താൻ ഇന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, ഞാൻ അതിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്ന്. വഇദാ ളഹറ ദാലിക മിൻഹു ഹീനഇദിൻ തുഖ്ബൽ. ഇത് അയാളിൽ നിന്ന് പരസ്യമായി ഉണ്ടായാൽ അയാളുടെ തൗബ കബൂലാക്കപ്പെടും. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി താൻ ഈ പറഞ്ഞതിന് തെളിവായി ഓതിയത് നമ്മൾ പഠിക്കുന്ന ഈ വചനമാണ്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം എന്ന ഈ ആയത്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വചനം പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് തൗബ പരസ്യപ്പെടുത്തേണ്ട, മടക്കം വിളിച്ചറിയിക്കപ്പെടേണ്ടതായ ഈ ഒരു മസ്അല.